അതുപോലെ ഈ ട്രെഡ്മില്ല് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ചില സംഭവങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഓരോരുത്തർ കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ് അത് ആ ട്രെഡ്മില്ലിൽ ആവശ്യമില്ലാത്തൊരു സ്ട്രെസ്സിൽ ഓടിയിട്ട് അപ്പം സംഭവിച്ചൊരിതാന്ന്. അതെ, ആക്ച്വലി അതെ, അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രെഡ്മിൽ നമ്മളൊരു എക്സസൈസിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ. ഈ ട്രെഡ്മില്ല് കുഴഞ്ഞു വീണ് മരിക്കുന്നത് അധികവും ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല, ആക്ച്വലി അധികവും കാർഡിയക് അറസ്റ്റ് കൊണ്ടാണ്. ഈ ഹാർട്ട് അറ്റാക്കും കാർഡിയക് അറസ്റ്റും രണ്ട് ഡിഫറെൻറ്റ് ടെർമിനോളജി. അത് ഞാൻ സിമ്പിളായിട്ട് പറയാം. ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ ഒരു പെട്ടെന്ന് രക്തം കട്ട പിടിച്ചിട്ട് ബ്ലോക്ക് സംഭവിക്കുന്നതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ള എല്ലാവർക്കും കാർഡിയക് അറസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒരാൾക്ക് കാർഡിയക് അറസ്റ്റ് വന്നെങ്കിൽ മാത്രമേ അയാൾ മരിക്കുള്ളൂ. അതല്ലാത്ത ആൾ ഹോസ്പിറ്റലിലെത്തും, ഞങ്ങൾ അവർക്ക് ബ്ലോക്ക് നീക്കും, അവർ സുഖമായിട്ട് പോകും. അതാണ് അധികം ആളുകൾക്കും ഉണ്ടാകുന്നത്. കുറച്ച് ചില ആളുകൾക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ തന്നെ എറിത്മ്യ എന്ന് പറയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാർട്ടിൻ്റെ റിതമിൽ താളപ്പിഴവ് സംഭവിച്ചിട്ട് സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാകാറുണ്ട്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേറൊരു ട്രെൻഡ് ഉണ്ടല്ലോ, ഒരു ഓവർ എക്സസൈസ്, ഒരു ഭയങ്കര മസിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ കുറച്ചൊരു ഓവറായിട്ട് എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് വേണ്ടതിലോ അല്ലെങ്കിൽ അതിനെ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് പുഷ് ചെയ്യിപ്പിച്ച് ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ്. ഞങ്ങൾ ഹാർട്ടിന് ആക്ച്വലി വളരെ സിമ്പിളാണ്. ഹാർട്ടിനെ നമ്മൾ പരീക്ഷിക്കാൻ ഒരുപാട് പണികളൊന്നുമില്ല. കുറച്ച് സിമ്പിളായിട്ടുള്ള കുറേ അഡ്വൈസ് മാത്രമേ ആസ് എ കാർഡിയോളജിസ്റ്റ് എനിക്ക് പറയാനുള്ളൂ. ഹാർട്ടിന് ഞങ്ങൾ വെറും അരമണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് മാത്രം ഒരു ദിവസം ഒരാൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്. പക്ഷേ നമ്മൾ 3-4 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് അത് വേറെ മറ്റു പല കാര്യങ്ങൾക്ക്, അത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ല, അത് മസിൽ ഡെവലപ്മെൻറ്റ്, ബോഡി ബിൽഡിങ്, ബോഡി ഷേപ്പിംഗ്, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് ആക്ച്വലി വി ഡോണ്ട് റെക്കമെൻഡ്. ആക്ച്വലി വി റെക്കമെൻഡ് an aerobic exercise of an half an hour at least 5 days in a week. നിങ്ങൾക്ക് സൺഡേ വേണമെങ്കിൽ അതിനും ഹോളിഡേ എടുക്കാം, എക്സസൈസിന് പോലും. അതാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക്, ഇപ്പോൾ എസ്പെഷ്യലി ചില വലിയ സെലിബ്രിറ്റി സിനി ആക്ടേഴ്സൊക്കെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ മരണം ഉണ്ടായതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഒരു ഓവർ എക്സസൈസ് ഈസ് ഓൾസോ സംടൈം നമ്മളെന്താ പറയുക, ഓരോരുത്തർക്ക് അത് ചില ആളുകൾക്ക് പറ്റും, ചില ആളുകൾക്ക് പറ്റില്ല. ഒരാളുടെ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അത്ര ഗുണകരമായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം, അപ്പം എപ്പോഴും പറയുന്നതാണ് വറുത്തതും പൊരിച്ചതും മുഴുവൻ കഴിച്ചോ, അവസാനം ഇതെല്ലാം കൂടെ ഹാർട്ട് അറ്റാക്കിലോട്ട് എത്തിക്കുന്നത്. ശരിക്കും ഏതെങ്കിലും ഫുഡും ഹാർട്ടുമായിട്ട് ബന്ധമുണ്ടോ? ഞാൻ ഈ ഫുഡിനെ കുറിച്ച് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ലിബറലായിട്ടാണ് ഞാൻ സംസാരിക്കാറ്. ഇപ്പം എൻ്റെ പേഷ്യൻസിന് ചിലപ്പോൾ പേഷ്യൻസിൻ്റെ സ്പൗസസൊക്കെ, ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ അവരുടെ ഭാര്യമാരൊക്കെ ഭയങ്കരമായിട്ട് സാറെന്താ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാം കഴിക്കാം എന്ന് പറയും. സാധാരണ ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ഫുഡ് പറയും, ഇത് പാടില്ല, ഇത് പാടില്ല, ഇത് പാടില്ല, ഇത് പാടില്ല. ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല. ഞാൻ പറയാറ് നിങ്ങൾ മോഡറേറ്റ് ആയിട്ട് മാന്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫുഡും കഴിക്കാമെന്ന് ഞാൻ പറയാം. അതെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഫ്രീക്വൻസിയും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം നമ്മൾ ഫുഡ് എന്ന് പറയുന്നത്, ഞാനൊരു ഫുഡ് എൻജോയ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ മലബാർ പ്രദേശത്ത് ഫുഡിൻ്റെ, കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഫുഡ് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ എല്ലാ ഫുഡുകളും കഴിക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഫുഡ് സംതിങ് വി ഷുഡ് എൻജോയ്. നമ്മളൊരു ഭക്ഷണവും കഴിക്കില്ല. ചില ആളുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. അവർ വന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കില്ല, വെറും ഈ പച്ചക്കറി മാത്രം അല്ലെങ്കിൽ സാലഡ്സ് മാത്രം കഴിച്ച് ജീവിതകാലം മുഴുവൻ നിൽക്കുന്നതിന് അതിൽ അർത്ഥമില്ലല്ലോ, ഇത് മീനിങ്ലെസ് അല്ലേ. ഫുഡ് സംതിങ് യു ഷുഡ് എൻജോയ്, ബട്ട് യു ഷുഡ് ഡു ഇറ്റ് ഇൻ എ വെരി ബാലൻസ്ഡ് വേ. നമ്മളതിന് ബാലൻസ്ഡ് ആയിട്ട് എന്ന് പറയാം. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റ്, ഫിഷ് കഴിക്കാം, മട്ടൺ കഴിക്കാം, ചിക്കൻ കഴിക്കാം, നോൺ വെജ് കഴിക്കാം, അതേപോലെ വെജിറ്റബിൾ, ഇതെല്ലാം കഴിക്കാം. ഇപ്പോൾ അതിന് ഞാനൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്നൊരു പാർട്ടിക്ക് പോയി, അവിടെ ഒരു ഗ്രാൻഡ് ഫുഡാണ്, പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഈ ഹെൽത്തൊക്കെ ആലോചിച്ചിട്ട് ഒന്നും കഴിക്കാതെ വരുന്നതിനേക്കാളും നന്നായിട്ട് കഴിക്കുക. പക്ഷെ ഒരിക്കലും വയറ് നിറച്ച് മുട്ടുന്ന പോലെ കഴിക്കരുത്. അതാണ് ഒരു അഡ്വൈസ്. രണ്ടാമത്, ഇന്ന് നമ്മൾ കുറച്ച് നന്നായിട്ട് കഴിച്ചു, അപ്പോൾ രാത്രിയിലുള്ള ഫുഡ് വളരെ ലൈറ്റാക്കുക. ഒരു ആപ്പിൾ കഴിച്ചിട്ട് നല്ല വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കോമ്പൻസേറ്റ് ആക്കാം. അപ്പം ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നു, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുന്നു എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഫുഡിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിൽ ഒഴിവാക്കേണ്ട വല്ലതും ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഫ്രൈഡ് ഐറ്റംസ് ആണ്. ഫ്രൈഡ് ഐറ്റം അത് നിങ്ങൾ മിനിമൈസ് ചെയ്യണം. അതും ഞാൻ കഴിക്കേണ്ടതെന്ന് പറയാറില്ല. ഞാൻ ആക്ച്വലി ഒരു ഫുഡും കഴിക്കരുതെന്ന് പറയാറില്ല. നമ്മളത് നോക്കിയിട്ട് അതിൽ അൺഹെൽത്തി ആണ് എന്ന് തോന്നുന്നത് ഏറ്റവും കുറച്ച് കഴിക്കുകയും ഹെൽത്തി ആണെന്നുള്ള ആ ഒരു അതിനാണ് ഞങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് എന്ന് പറയാം. ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം, ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് വന്നു, കോഴിക്കോട് ഇസ് ഫേമസ് ഫോർ ബിരിയാണി, നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ബിരിയാണി നന്നായി കഴിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോഴേ നിങ്ങൾ സന്തോഷമായിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് പോയിട്ട് ഇന്ന് രാത്രി കൊച്ചിയിൽ നിന്ന് ആപ്പിളും അല്ലെങ്കിൽ വല്ല ഒരു പേരയ്ക്കും വാങ്ങിയിട്ട് വെള്ളം കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ കോമ്പൻസേറ്റ് ആയി. അതായിരിക്കും മോർ പ്രാക്ടിക്കൽ ദാൻ
ചില ആൾക്കാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ചില സെലിബ്രിറ്റീസ് അവരെ ഷേപ്പും ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും സാലഡ്സും മാത്രം കഴിച്ച് ജീവിതത്തിൽ ഇതൊന്നും എൻജോയ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കാം. പല ആൾക്കാരും എന്നോട്, എൻ്റെ പേഷ്യൻസിൻ്റെ ഭാര്യമാരൊക്കെ ഭയങ്കരമായിട്ട് പറയും, സാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെല്ലാം കഴിക്കട്ടോ. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ പറയുന്നത് മിതത്വം പാലിക്കുക എന്നുള്ളതാണ്.